കോഴിക്കോട് നിന്ന് 58 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായിട്ടുണ്ട്. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി പുല്ലുമല വീട്ടിൽ മിർഷാദ് എന്ന മസ്താനാണ് പിടിയിലായത്. പോലീസ് പരിശോധനയ്ക്കിടെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് പിടിയിലായ മിർഷാദ്. താമരശ്ശേരി ഭാഗത്തുള്ള ഒരു മെയിൻ പെഡലറാണ് മിർഷാദ് എന്നാണ് ഇയാൾ പേര്. ഇയാൾ അവിടെ മസ്താൻ എന്നാണ് അറിയപ്പെടുന്നത്. താമരശ്ശേരി ഭാഗങ്ങളിൽ സജീവമായിട്ട് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന പ്രധാന കണ്ണിയാണ് ഇയാൾ. അപ്പം അവിടുത്തെ അക്രമ സംഭവങ്ങളിലെല്ലാം ഇയാൾക്ക് വ്യക്തമായ പങ്കുണ്ട്. കാരണം ഇയാൾ വ്യാപകമായിട്ട് ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്ന ആളാണ്. മുമ്പും ഇയാൾക്ക് കേസുണ്ട്. അതുകൊണ്ട് ഇയാൾ നമ്മളൊരു ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇയാളെ പിടിക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നു. അതേസമയം വടകരയിൽ കഞ്ചാവുമായി ദമ്പതികൾ പിടിയിലായിട്ടുണ്ട്. വില്യാപ്പള്ളി സ്വദേശി അബ്ദുൽ കരീം, ഭാര്യ റുഖിയ എന്നിവരെയാണ് എക്സൈസ് പിടിച്ചത്. മിഥില ബാലനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, 58 ഗ്രാം MDMA ആണ് യുവാവിന്റെ കയ്യിൽ നിന്ന് പിടികൂടിയത്. ഇയാൾ മുൻപ് മരിച്ച ഷാനിദിന്റെ സുഹൃത്താണെന്നും അറിയാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത്? ഒപ്പം ഈ ലഹരി വിൽപ്പന നടത്തുന്ന ദമ്പതികളും പിടിയിലായിട്ടുണ്ടല്ലോ. പ്രവിത, കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡിൽ വെച്ചാണ് എക്സൈസിൻ ഈ യുവാവിനെ പിടികൂടിയത്. 58 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനം എന്നത് ഈ അടുത്ത കാലത്ത് ലഹരിക്ക് അടിമപ്പെട്ട് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥലം താമരശ്ശേരിയാണ്. ഈ താമരശ്ശേരിയിലെ പ്രധാന ലഹരി വിൽപ്പന സംഘത്തിൽപ്പെട്ട ആളാണ് ഈ മിർഷാദ്. മസ്താൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. മാത്രമല്ല, പോലീസിനെ കണ്ട് MDMA വിഴുങ്ങിയ ഷാനിദിൻ്റെ സുഹൃത്താണ്. ഈ ഒരു മേഖലയിൽ, താമരശ്ശേരി മേഖലയിൽ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ അക്രമ സംഭവങ്ങളിലെല്ലാം ഉൾപ്പെട്ട ആൾ കൂടിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള മിർഷാദ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം എക്സൈസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എക്സൈസിൻ്റെ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ആൾ കൂടിയാണ് ഈ മിർഷാദ്. കുറേ കാലമായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് ഈ കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡിൽ ഇത്തരത്തിൽ MDMA വിൽപ്പന നടത്താൻ എത്തിയപ്പോഴാണ് പിടിയിലായിട്ടുള്ളത്. മറ്റൊന്ന് വടകരയിലാണ്. വടകരയിൽ 2 കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് എക്സൈസ് സംഘം തന്നെയാണ്, ഒന്ന് പോലീസുമാണ് പിടികൂടിയിട്ടുള്ളത്. വടകരയിൽ ഉള്ളത് ഒന്ന് ദമ്പതികളാണ്. നാദാപുരത്ത് MDMA-യുമായി ഓട്ടോ ഡ്രൈവറെയാണ് പോലീസ് പിടികൂടിയത്. വാഹന മോഷണം ഉൾപ്പെടെ ജില്ലയ്ക്ക് അകത്തും പുറത്തും 30-ലേറെ കേസുകൾ ഉൾപ്പെട്ട വില്യാപ്പള്ളി മയ്യന്നൂർ സ്വദേശി പാറക്കൽ കരീം എന്ന അബ്ദുൽ കരീമിനെയും ഭാര്യ റുഖിയയുമാണ് വടകര എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇവരിൽ നിന്നും 25 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ഭാര്യയെ മയ്യന്നൂരിലെ വീട്ടിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത്. ഈ 250-ലേറെ പ്ലാസ്റ്റിക് കവറുകളും ത്രാസും ഉൾപ്പെടെ ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലാച്ചി വിഷ്ണുമംഗലം സ്വദേശി ചാമപ്പറമ്പത്ത് വിഷ്ണുവിനെയാണ് 70 ഗ്രാം MDMA-യുമായി നാദാപുരം പോലീസിന്റെ നേതൃത്വത്തിൽ പിടിയിലുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ട അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രദേശം താമരശ്ശേരിയാണ്. മാത്രമല്ല, പോലീസിന്റെയും എക്സൈസിന്റെയും പോലീസ് ഒറ്റയ്ക്കുമായി പ്രത്യേക ഡ്രൈവുകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. പ്രവിത.